Dear students, ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് എൻകോഡർ, ഡീകോഡർ അങ്ങനെയുള്ള അല്ലെങ്കിൽ മൾട്ടിപ്ലക്സർ, ഡീമൾട്ടിപ്ലക്സർ ഈ പറയുന്ന സർക്യൂട്ട്സിനെ നമുക്ക് എങ്ങനെ കോഡ് ചെയ്യാം എന്നുള്ളതാണ്. ഓക്കെ, സോ ഞാൻ കോഡിംഗിലേക്ക് പോകുന്നതിന് മുന്നേ, സോഫ്റ്റ്വെയറിലേക്ക് പോകുന്നതിന് മുന്നേ ഫസ്റ്റ് ഞാൻ എൻകോഡറിന്റെ ഡയഗ്രാം നിങ്ങളൊന്ന് ഓർമ്മിപ്പിക്കാം. നമ്മൾ 8-3 എൻകോഡർ ആണ് ഞാൻ ഇവിടെ പ്രോഗ്രാമിന് വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ തിയറി പഠിച്ചതാണ്. തിയറിക്കകത്ത് നമ്മൾ 2n:3 അല്ലെ? സോ അങ്ങനെ ഒരു എൻകോഡർ 2n:n എൻകോഡർ അല്ലെ? അങ്ങനെ ഒരു എൻകോഡർ നമ്മൾ നോക്കിയതായിരുന്നു. അപ്പൊ നമ്മള് എൻകോഡറിന്റെ എങ്ങനെയാണ് എൻകോഡർ നമ്മൾ കോഡ് എഴുതുന്നത്, അല്ലെ കോഡ് എഴുതുന്നതെന്നല്ല, എൻകോഡറിന്റെ ഡിസൈനും കാര്യങ്ങളും നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്. അപ്പൊ ആ എൻകോഡറിന്റെ സർക്യൂട്ട് ഡയഗ്രാം നിങ്ങളുടെ കയ്യിൽ ഉണ്ടാവും. ഓക്കെ, ഇപ്പൊ 8:3 ഇല്ല എന്നുണ്ടെങ്കിൽ കറസ്പോണ്ടിങ് ആയിട്ട് നമ്മള് വേറെ അല്ലെങ്കിൽ സിമിലർ ആയിട്ടുള്ള വേറെ കോമ്പിനേഷൻസ് നമ്മൾ നോക്കിയിട്ടുണ്ടാവും. അപ്പോ ആ ഒരു കോമ്പിനേഷൻ എങ്ങനെയാണോ ചെയ്തത് അതേപോലെ തന്നെ ഈ ഒരു കോമ്പിനേഷൻ ചെയ്യുക. ഓക്കെ, ദിസ് ഇസ് 8-3 എൻകോഡർ. അങ്ങനെയാണെങ്കിൽ എത്ര ഡേറ്റ ഇൻപുട്സ് ഉണ്ട്? D0, D1, D2, D3, D4, D5, D6 ആൻഡ് D7 അല്ലേ? അപ്പൊ നമുക്ക് മൊത്തം 0 to 7 വരേക്കും എത്ര ഇൻപുട്ട് ഉണ്ട്? നമുക്ക് മൊത്തം 8 എണ്ണം ഉണ്ട്. ഓക്കെ, സോ 8 ഇൻപുട്ട് നമുക്ക് കയറി വരുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇനി നമുക്ക് ഇതാണ് അതിന്റെ സർക്യൂട്ട് ഡയഗ്രാം എന്ന് അറിയാലോ. സോ എൻകോഡറിന്റെ ട്രൂത്ത് ടേബിൾ നമുക്ക് അറിയാലോ. അപ്പൊ ഈ ട്രൂത്ത് ടേബിൾ എടുക്കുവാണെങ്കിൽ നമുക്ക് ഓരോ ഇൻപുട്ട് എന്ന് പറയുന്നത് D0 to D7 ഇവിടം വരേക്കുമാണ് എന്ത് ട്രൂത്ത് ടേബിൾ എന്ന് പറയുന്നത്. ഓക്കെ, അല്ലെങ്കിൽ ആ ഇൻപുട്ട് എന്ന് പറയുന്നത്. ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്ത് സ്പോട്ട് ലൈറ്റ് എടുക്കാം. സോ D0 to D7 വരെയാണ് നമ്മുടെ ഇൻപുട്ട് എന്ന് പറയുന്നത്. XYZ എന്താണ്? ഇതിന്റെ ഔട്ട്പുട്ട് ആണ് അല്ലേ? അപ്പൊ നമ്മള് ഡേറ്റ ഫ്ലോ മോഡലിംഗ് നമ്മൾ ഏറ്റവും സിംപ്ലസ്റ്റ് ആണ് ഇപ്പൊ നോക്കുന്നത്. ഡേറ്റ പല രീതിയിൽ നമുക്ക് കോഡിങ് എഴുതാം കേട്ടോ. അതിനകത്ത് ഞാനിപ്പോ നിങ്ങൾക്ക് ഡേറ്റ ഫ്ലോ മോഡലിംഗ് ആണ് പറയുന്നത്. സോ അതിനകത്ത് നമ്മൾ എന്ത് ചെയ്തു? ആസ് യൂഷ്വൽ നമ്മൾ ഈ പറയുന്ന ഇൻപുട്സ് ഡിഫൈൻ ചെയ്യുക. ഏതൊക്കെയാണ് ഇൻപുട്ട്? ഡി എന്ന് പറയുന്നതാണ് ഇൻപുട്ട്. ആ ഡി എന്ന് പറയുന്ന ഇൻപുട്ട് എവിടം തൊട്ട് എവിടം വരെ വേരി ചെയ്യും? 0 to 7 വരേക്കും കയറി വരും. അപ്പോ ഡി ഇൻപുട്ടിനെ നമ്മൾ എന്തായിട്ട് കൺസിഡർ ചെയ്യണം? 7 to 0. അപ്പൊ ഇതിനൊരു ബസ് ആയിട്ട് നമ്മൾ ഡിഫൈൻ ചെയ്യണം. അപ്പൊ ഒറ്റ ഇൻപുട്ടേ ഉള്ളൂ, ഡേറ്റ ഇൻപുട്ട് 0 to 7 വരെ. അത് ബസ് ആയിട്ട് ഡിഫൈൻ ചെയ്യുക. അതിന് ശേഷം ഔട്ട്പുട്ട് ഏതൊക്കെയാണ്? XYZ ആണ്. ഓക്കെ, ഇനി എക്സ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ എക്സ് എങ്ങനെ പറയാൻ പറ്റും? എക്സിനകത്ത് ഏതൊക്കെയാണ് വരുന്നത്? ഈ ലാസ്റ്റ് 4 ആണ് വരുന്നത് അല്ലെ? ലാസ്റ്റ് 4 എന്ന് വരുമ്പോ ഏത് വരും? ഇത് 1 ആവണമെങ്കിൽ D4 കയറി വരണം അല്ലെ? D4 എക്സിനകത്ത് കയറി വരുന്നത്. D4 കയറി വരുന്നുണ്ട്. അടുത്ത ഏതാ കയറി വരുന്നത്? D5 കയറി വരുന്നുണ്ട്. D5 കയറി വരുന്നുണ്ട്. നെക്സ്റ്റ് ഏതാ കയറി വരുന്നത്? D6 പിന്നെ D7. അപ്പൊ D6 D7. അപ്പൊ X ഈക്വൽ ടു ഓർ അല്ലേ? D4 ഓറിന്റെ ലോജിക്, D5 ഓറിന്റെ ലോജിക്. അതാണ് ഇങ്ങനെ ഒരു സ്ലാഷ് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു വെർട്ടിക്കൽ ലൈൻ. പിന്നെ ഓരോന്നും കഴിഞ്ഞ് ഈ വെർട്ടിക്കൽ ലൈൻ ഓർ ലോജിക് D6 ഓർ ലോജിക് D7 അല്ലെ? അതേപോലെ വൈയുടെ കറസ്പോണ്ടിങ് വേരിയബിൾ ഏതൊക്കെയാണ്? D2, D3, D4, D5 അല്ലെ? നോക്കിയേ, വൈയുടെ അത് തന്നെയാണോ എന്ന്? അല്ലല്ല, സോറി, വൈയുടെ വന്നിട്ട് D2, D3, D4 പിന്നെ ഏതാ? D2, D3, D4 ഇല്ലല്ലോ. പിന്നെ ഇത് രണ്ടുമാണ് തോന്നുന്നു. D6, D7 ആണോ? D2, D3, D6, D7 ശരിയാ. ഇനി ഇസഡിന്റെ അടുത്ത് ഏതൊക്കെയാണ്? D1, D3, D5, D7. D1, D3, D5, D7 ശരിയാണല്ലോ. എന്നിട്ട് എൻഡ് മോഡ്യൂൾ. ഓക്കെ, അപ്പൊ നമുക്ക് പ്രോഗ്രാം ഒന്ന് ചെയ്ത് തുടങ്ങിയാലോ ISCക്കകത്ത്. അപ്പൊ ഞാൻ എന്ത് ചെയ്തു? ആദ്യം ഇവിടെ പോയി റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് നോ സോഴ്സ് എടുത്തു. ഓക്കെ, നമുക്ക് വെരിലോഗ് മോഡ്യൂൾ ആണ് വേണ്ടത്. വെരിലോഗ് സെലക്ട് ചെയ്തിട്ട് എൻകോഡർ ആണല്ലോ. സോ എൻകോഡർ നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും ക്യാപ്സ് ഓൺ ആയാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. എൻകോഡർ പ്രോഗ്രാം നെയിം ഡിഫൈൻ ചെയ്യാം. നെക്സ്റ്റ് എന്താണ്? നമുക്ക് ആദ്യത്തെ ഇൻപുട്ട് ഡി ആണ്. നമുക്ക് ഡി വേണമെങ്കിൽ ക്യാപിറ്റൽ ഡി ആയിട്ട് വേണമെങ്കിൽ എടുക്കാം, എങ്ങനെയായാലും കുഴപ്പമില്ല. ഓക്കെ, സ്മോൾ ഡി. അതിനെ നമ്മൾ ഇൻപുട്ട് ആണ്, അതിനെ എന്തായിട്ട് ഡിഫൈൻ ചെയ്യണം? ബസ് ആയിട്ട് ഡിഫൈൻ ചെയ്യണം. അപ്പൊ ബസ്സിൽ MSB 8 എണ്ണം വേണ്ടേ? അപ്പൊ നമ്മൾ ഇവിടെ എന്ത് കൊടുക്കണം? 7 കൊടുക്കണം അല്ലേ?
0 to 7 വരെ നമുക്ക് 8 കിട്ടും. പിന്നെ ഔട്ട്പുട്ട് ഏതൊക്കെയാണ്? എക്സ്, വൈ, പിന്നെ ഏതാണ്? ഇസഡ് അല്ലേ? അപ്പൊ ഔട്ട്പുട്ട് എക്സ്, ഇതും ഔട്ട്പുട്ട്, ഇസഡും എന്താണ്? ഔട്ട്പുട്ട് ആണ്. ക്ലിക്ക് ഓൺ നെക്സ്റ്റ്, ഫിനിഷ്. ഓക്കെ, നമുക്ക് കോഡ് വന്ന് കിടപ്പുണ്ടല്ലോ. അപ്പൊ ഇനി എന്താ നമുക്ക് വേണ്ടത്? ഇനി നമുക്ക് ഈ പറയുന്ന വാല്യൂസ് അങ്ങോട്ടേക്ക് അസൈൻ ചെയ്യണം. ഓക്കെ, അപ്പൊ നിങ്ങൾ എന്ത് ടൈപ്പ് ചെയ്യണം? ഈ വാല്യൂസ് എടുത്ത് നമ്മൾ ഇങ്ങോട്ടേക്ക് ടൈപ്പ് ചെയ്യാം. സോ ഞാൻ അതവിടെ കോപ്പി പേസ്റ്റ് ചെയ്യാം. നിങ്ങൾ ടൈപ്പ് ചെയ്യണേ. ഞാൻ എന്റെ കയ്യിൽ ഈ ഡേറ്റ കിടപ്പുണ്ടായതുകൊണ്ടാണ് ഞാൻ ഡയറക്റ്റ് കോപ്പി പേസ്റ്റ് ചെയ്യുന്നത്. ഇനി നമുക്ക് ഇതൊന്ന് സേവ് ചെയ്യാം. ഓക്കെ, എൻകോഡർ പ്രോഗ്രാം സെലക്ട് ചെയ്യുക, എന്നിട്ട് സേവ് ചെയ്തു. ഓക്കെ, ഇനി സേവ് ആയി. ഇനി ഇംപ്ലിമെന്റേഷനിൽ പോവുക, സിന്റാക്സ് ചെക്ക് ചെയ്യുക. എറർ ഉണ്ടെങ്കിൽ ഇവിടെ കാണിക്കും. എറർ ഉണ്ടെങ്കിൽ ഇവിടെ കാണിക്കും. നമുക്ക് വെയിറ്റ് ചെയ്യാം. എറർ ഉണ്ടോ ഇല്ലയോ നോക്കാം. ഇല്ല എന്ന് തോന്നുന്നു. ഓക്കെ, എക്സിക്യൂട്ടഡ് ആയി. ഇനി നമ്മൾ എന്ത് ചെയ്യുക? എൻകോഡർ പ്രോഗ്രാം സെലക്ട് ചെയ്യുക, ഗോ ടു ബിഹേവിയറൽ സിമുലേഷൻ ആൻഡ് മോഡൽസിനകത്ത് സിമുലേറ്റ് ബിഹേവിയറൽ മോഡൽ എടുക്കുക. അപ്പൊ ഞാൻ പറഞ്ഞിരുന്നു ഇത് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ആയി വരാൻ ലേശം സമയം എടുക്കും. നമ്മൾ ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാം. മോഡൽസും ഒന്ന് ഓപ്പൺ ആയി വരട്ടെ. വന്നതിന് ശേഷം നമുക്ക് ഇൻപുട്സ് ഒക്കെ വേരി ചെയ്ത് കാണാൻ പറ്റത്തുള്ളൂ. ഓപ്പൺ ആയി വരുന്നുണ്ട്. ഇൻപുട്ടും കൂടെ വരുന്നുണ്ടോ എന്ന് നോക്കാം. ഏതാണ് ഇൻപുട്ട്? ഡി എന്ന് പറയുന്ന ഒറ്റ ഇൻപുട്ട് മാത്രമേ ഉള്ളൂ. എന്തെങ്കിലും ഇവിടെ വരുന്നുണ്ടോ എന്ന് നോക്കാം. വന്നു. അപ്പൊ ഇവിടെ വരും. ഇവിടെ വേരിയബിൾസ് വന്നു കഴിഞ്ഞാൽ ഉറപ്പാണ് ഇവിടെ വരും. എങ്ങാനും ഈ വിൻഡോയിൽ അത് വന്നില്ലെങ്കിൽ എന്ത് ചെയ്യണം? ജസ്റ്റ് ഒന്ന് ക്ലോസ് ചെയ്തിട്ട് മോഡൽസും ഒന്നും കൂടെ സിമുലേറ്റ് ചെയ്യുക. ഓക്കെ, അപ്പൊ നമുക്ക് എല്ലാം വന്നിട്ടുണ്ട്. ഇപ്പൊ എൻകോഡറിനകത്ത് നമുക്ക് എന്ത് കിട്ടി? എൻകോഡറിൽ ഇതാണ് വാല്യൂ. ഓക്കെ, ഇനി ഞാൻ ഇതിനകത്ത് വാല്യൂ അസൈൻ ചെയ്യാണ്. സോ വാല്യൂ അസൈൻ ചെയ്യുമ്പോൾ ഞാനിവിടെ ഡി സെലക്ട് ചെയ്തു, ഫോഴ്സ് ചെയ്തു, റാൻഡം 0110110. അപ്പൊ എങ്ങനെയാണ് അത് എക്സിക്യൂട്ട് ചെയ്യുന്നത് നോക്കാം. ഓക്കെ, ഡ്രൈവ് ചൂസ് ചെയ്തു, ഓക്കെ കൊടുത്തു. ഓക്കെ കൊടുത്തു, റൺ ചെയ്യാം. എന്തെങ്കിലും ചേഞ്ചസ് വന്നിട്ടുണ്ടോ എന്ന് നോക്കാം. സോ ഞാൻ ഇവിടെ എന്തോ ചേഞ്ച് ഉണ്ട്, ജസ്റ്റ് ഒന്ന് വ്യൂ ചെയ്യാം എന്താണ് വന്നതെന്നുള്ളത്. ഓക്കെ, ഇങ്ങനെയുള്ള ഒരു ചേഞ്ച് ആണ് വന്നത്. അപ്പൊ ഇത് ഹെക്സ് വാല്യൂ ആയിട്ട് നമുക്ക് നോക്കാം ഇത് എങ്ങനെയാ വന്നതെന്നുള്ളത്. 8 ബിറ്റ് ആണ്. ഏത്? ഈ ഡി എന്ന് പറയുന്നത് 8 ബിറ്റ് ആണ്. അപ്പൊ ഞാൻ ഒന്ന് എക്സ്പാൻഡ് ചെയ്തു. അപ്പൊ ഞാൻ കൊടുത്ത വാല്യൂ എന്താണ്? ഇനീഷ്യൽ വാല്യൂ 7th ബിറ്റ് ഏതാണ്? MSB ബിറ്റ് 0. നെക്സ്റ്റ് ഏതാണ്? 6th ബിറ്റ് 0 അല്ലേ? ഇത് 0, ഇത് 0. അടുത്ത ഏതാണ്? 1, സോറി 0 1 0 0 0 0 അല്ലേ? അതാണ് കൊടുത്തേക്കുന്നത്. ഇത് കൊടുത്ത സമയത്ത് ഏത് ഹൈ ആയി? എക്സ് എന്ന് പറയുന്നത് എന്തായി? എക്സ് 1, വൈ 0, ഇസഡ് 0. എക്സ് 1 എന്ന് പറഞ്ഞാൽ എന്താണ്? ദേ ഇവിടെ പോയേ, ഇതാണ് എക്സ്. എക്സ് ഹൈ ആവണമെങ്കിൽ ഏതൊക്കെ ബിറ്റ് ഹൈ ആവണം? D4, D5, D6, D7. ഇതിലേതെങ്കിലും ഹൈ ആയാൽ എന്താവും? എക്സ് ഹൈ ആവും. അപ്പൊ എക്സ് ഇവിടെ ഹൈ ആയിട്ടാ വന്നേക്കുന്നത്. ഈ കാണിച്ചിരിക്കുന്ന ഇൻപുട്ടില് ഏതാണ് ഹൈ? ഈ കാണിച്ചിരിക്കുന്ന D4 ആണ് ഹൈ. ആ D4 ഇതിനകത്ത് വരുന്നതാണോ? D4 എക്സിനകത്ത് വരുന്നതാണ്. അതുകൊണ്ട് എന്ത് സംഭവിച്ചു? കറസ്പോണ്ടിങ് ഈ എക്സിന്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് 1 ആയി അല്ലേ? സോ മനസ്സിലായോ? ഇതിൽ ഏതെങ്കിലും ഒരു ബിറ്റ് ഹൈ ആയി. ഇപ്പൊ സപ്പോസ് D3 ആയിരുന്നു ഹൈ ആയിരുന്നെങ്കിൽ എന്ത് സംഭവിച്ചേനെ? വൈയും ഇസഡിന്റെയും വൈയുടെയും ഇസഡിന്റെയും വേവ് ഫോം വന്നിട്ട് എന്തായേനെ? ഹൈ ആയിട്ട് കാണിച്ചിരുന്നേനെ. ഓക്കെ, നമുക്ക് വാല്യൂ ചേഞ്ച് ചെയ്ത് നോക്കാം. ഞാനിപ്പോ ഇതിനകത്ത് വാല്യൂ ഒന്ന് ചേഞ്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഏത് വാല്യൂ കൊടുത്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ 0 0 കൊടുത്തു. ഇവിടെ നോക്കി, ഡിക്കകത്ത്
8H00. സീറോ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു സീറോ എന്ന് പറയുന്നത് 0000. ഓക്കെ, മനസ്സിലായോ? ഒരു 4 ബിറ്റിനെയാണ് ഈ ഒരു സീറോ വെച്ച് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്, ഒരു സീറോ. രണ്ടാമത്തെ സീറോ എന്ന് പറയുന്നത് അടുത്ത 0000. അപ്പൊ ഞാൻ കൊടുത്ത വാല്യൂ ഇതാണ്. നിങ്ങൾ ഈ വേർഡിൽ നോക്കി, 00000000. ഇങ്ങനെ ഒരു വാല്യൂ കൊടുത്തു. അപ്പൊ എല്ലാം സീറോ കൊടുക്കുന്ന സമയത്ത് നമുക്ക് ഏതെങ്കിലും വാല്യൂ കയറി വരുമോ നോക്കാം. എല്ലാ ബിറ്റും സീറോ ആയില്ലേ? അപ്പൊ ഔട്ട്പുട്ട് എക്സും വൈ ഇസഡിനകത്ത് എന്തെങ്കിലും വാല്യൂ കയറി വരുമായിരിക്കൂ? ഇല്ലല്ലോ. എവിടെയെങ്കിലും 1 വന്നെങ്കിലല്ലേ അത് കയറി വരുള്ളൂ. ഇപ്പൊ എല്ലാ ബിറ്റും സീറോ ആയത് കാരണം ഇനി നമുക്ക് ഇനി നോക്കാം. ഞാനൊന്ന് എക്സ്പാൻഡ് ചെയ്തു. എല്ലാത്തിന്റെ വാല്യൂ സീറോ ആണ്. വേവ് ഫോം നോക്കി, എല്ലാം സീറോയിൽ തന്നെ കിടക്കുകയാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഔട്ട്പുട്ട് എന്തായിരിക്കും? എക്സ് വൈ ഇസഡിന്റെ വാല്യൂ, എക്സ് സീറോ ആയി, വൈ ഓൾറെഡി സീറോ ആണ്, ഇസഡ് സീറോ ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് എന്താ വാല്യൂ? 0 ആണ്. ഓക്കെ, ഇനി ഞാൻ ഒന്നും കൂടെ ഇതിനെ ചേഞ്ച് ചെയ്യുക. നമുക്ക് നോക്കാം എങ്ങനെ വരും. 00000001 കൊടുത്തു. ഓക്കെ, ഡ്രൈവ് ചെയ്ത് ഓക്കെ കൊടുത്തു. ഇനി ജസ്റ്റ് ഒന്ന് റൺ ഓൾ കൊടുക്കാം. റൺ ഓൾ കൊടുത്തപ്പോൾ നമുക്ക് D0 മാത്രമാണ് എന്ത് വന്നേക്കുന്നത്? ഞാൻ വാല്യൂ കൊടുത്തപ്പോൾ 00000001. അപ്പൊ D0യിലാണ് എന്ത് വന്നേക്കുന്നത്? 1 വന്നേക്കുന്നത്. ഓക്കെ, അപ്പൊ നിങ്ങളൊന്ന് ആ ഇക്വേഷൻ നോക്കിയിട്ട് D0യിൽ 1 വന്നു കഴിഞ്ഞാൽ ഔട്ട്പുട്ട് എന്താന്നുള്ളത് പറയുമോ? D0യിൽ 1 വന്നിട്ടുണ്ട്. എവിടെ പ്രോഗ്രാം? D0 1 ആണ്. ഇവിടെ നോക്കി, ഈ D0 1 ആണ്. അപ്പൊ എക്സ് വൈ ഇസഡിൽ ഏതാണ് ഹൈ ആവുന്നത്? ഒന്നും ഹൈ ആവില്ല. എന്തുകൊണ്ടാ? ഈ D0 ഈ എക്സ് വൈ ഇസഡിൽ ഏതെങ്കിലും ഗേറ്റ്സുമായിട്ട് കണക്റ്റഡ് ആണോ? അല്ലല്ലോ. അപ്പൊ D0യിൽ ഇൻപുട്ട് വന്നു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കില്ല? ഔട്ട്പുട്ട് ഹൈ ആവില്ല, എല്ലാം ലോ തന്നെ റീറ്റെയിൻ ചെയ്യും. അപ്പൊ ഇവിടെ എല്ലാം ലോ ആണല്ലോ റീറ്റെയിൻ ചെയ്തിരിക്കുന്നത്. ഓക്കെ, സിമിലർലി ഞാൻ വേറൊരു വാല്യൂ ഇടുവാണ്. ഫോഴ്സ് ചെയ്ത് നമുക്ക് 00000101. ഓക്കെ, അപ്പൊ D0 D2 എന്തായി? ഹൈ ആയി. നോക്കിയേ, D0 D2 ഹൈ ആയി. വന്നില്ലല്ലോ, ഞാൻ കൊടുത്ത വാല്യൂ വന്നില്ല. അങ്ങനെ ഒരു സെക്കൻഡ് ഫോഴ്സ് ചെയ്യട്ടെ. 00001010. ഒരു സെക്കൻഡ് ഇത് നോക്കട്ടെ. 1010 ആണ് കൊടുത്തത്. ഓക്കെ, ഇപ്പൊ നിങ്ങൾ ഇത് നോക്കിയേ. ഇതിനകത്ത് ഞാൻ ഇവിടെ ഡിയിലെ വാല്യൂ ചേഞ്ച് ചെയ്ത് കൊടുത്തിട്ട് ആയില്ല. അപ്പൊ ഞാൻ ഇപ്പൊ ഇവിടെ ഫോഴ്സ് ചെയ്തിട്ട് ഈ ഇൻഡിവിജ്വൽ ബിറ്റ്സ് എടുത്തിട്ട് ഞാൻ ഇവിടെ D7 ഒരു 1 കൊടുത്തു. ഓക്കെ, അപ്പൊ അടുത്ത D6 ഞാൻ എന്ത് കൊടുത്തു? എഗെയിൻ 1 കൊടുക്കാം. D5 1 കൊടുക്കാം. ട്രൈ കൊടുക്കണം. ബാക്കിയൊക്കെ 0 കൊടുക്കാം. ഓക്കെ, ഇവിടെ നിൽക്കുന്നിടത്ത് 1 ആദ്യത്തെ കിടക്കുന്ന D7 1 ആണ്, ഇവിടെ 1 ആണ്, ഇവിടെ 0 ആണ് കിടക്കുന്നത്. ഓക്കെ, അപ്പൊ നോക്കിക്കോണേ ഈ ചേഞ്ച് റീറ്റെയിൻ ചെയ്യുന്നുണ്ടോ നോക്കുക. എന്നിട്ട് റൺ ഔട്ട് കൊടുത്തു. റൺ ഔട്ട് കൊടുത്തിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് അത് എക്സ്റ്റെൻഡ് ചെയ്യാണ്. അപ്പൊ D7 1 ആയി, D6 1 ആയി, D5 1 ആയി. ഓക്കെ, ബാക്കിയൊക്കെ 0 ആണല്ലോ കൊടുത്തത്. അപ്പൊ ബാക്കി 0 കൊടുത്തു. അപ്പൊ നമുക്ക് എക്സ് എന്ത് കിട്ടും നോക്കിക്കോണേ. നമ്മൾ D7 1 ആക്കി, D6 1 ആക്കി, D5 1 ആക്കി. അപ്പൊ എക്സില് ഏതെങ്കിലും ഒന്ന് കയറി വന്ന ഔട്ട്പുട്ട് ഹൈ അല്ലേ? അപ്പൊ എക്സ് ഹൈ ആവണം. D5 D6 D7 ഉണ്ട്. അപ്പൊ നമുക്ക് എക്സ് ഹൈ ആവണം, വൈ എന്താവണം? 6ഉം 7ഉം കയറി വന്നിട്ടുണ്ട്. അപ്പൊ വൈ 1 ആയിരിക്കണം, ഇസഡും എന്തായിരിക്കണം? 1 ആയിരിക്കണം. അപ്പൊ 3ഉം ഓൺ ആയിരിക്കണം. അപ്പൊ നമുക്ക് നോക്കാം. ഓക്കെ, നമുക്ക് കിട്ടിയ വേവ് ഫോമിനകത്ത് 3ഉം വന്നിട്ടില്ലേ? ഓക്കെ, അപ്പൊ ഒരു കാര്യം ശ്രദ്ധിച്ചോണം. ഇപ്പൊ ഞാൻ തന്നെ എക്സിക്യൂട്ട് ചെയ്തപ്പോ ഇവിടെ ചേഞ്ച് ചെയ്യുന്നതിന് പകരം നിങ്ങൾ കറക്റ്റ് ബിറ്റ് വേണം എന്നുണ്ടെങ്കിൽ ഈ പോയിന്റിൽ തന്നെ ചേഞ്ച് ചെയ്യാം. ഇനി ഞാൻ ഒന്നും കൂടെ വെരി ചെയ്യാണ്. സപ്പോസ് ഞാൻ ഇത് ഫോഴ്സ് ചെയ്ത്
D7 0 ആക്കി. ഓക്കെ, ഡ്രൈവ് കൊടുത്തു. D6 എടുത്ത് D6 0 ആക്കി, ഡ്രൈവ് കൊടുത്തു. ആൻഡ് D5 ഞാൻ 1 ആക്കിയിട്ടേക്കുവാണ്. ഓക്കെ, ജസ്റ്റ് ഒന്ന് റൺ ഔട്ട് കൊടുക്കാം. അപ്പൊ അതാ വന്നല്ലോ, 0 0 1, ബാക്കിയൊക്കെ 0. ഇനി ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്തേ. ഇപ്പൊ 0 0 1 ആ ചേഞ്ച് വരുന്നുണ്ട് അല്ലേ? ഇനി നമുക്ക് D5 മാത്രമേ 1 കൊടുത്തിട്ടുള്ളൂ. അപ്പൊ ഔട്ട്പുട്ട് എത്രയെന്ന് നോക്കാം. D5 ഇവിടെ D5 കയറി വരുന്നുണ്ട്. സോ എക്സ് എന്താണ് 1, y 0 ആൻഡ് z ഈക്വൽ ടു 1. ഓക്കെ, വേവ് ഫോം നോക്കിയേ. വരട്ടെ. എക്സ് 1, y 0, z 1. അപ്പൊ ക്ലിയർ ആയല്ലോ എങ്ങനെയാണ് നമ്മൾ ഈ പറയുന്ന എൻകോഡർ നമ്മൾ എങ്ങനെ പ്രോഗ്രാം ചെയ്ത് സിമുലേറ്റ് ചെയ്തു എന്നുള്ളത്. ഓക്കെ, അപ്പൊ ഞാൻ വീണ്ടും ക്ലോസ് ചെയ്യാണ്. ഇനി നെക്സ്റ്റ് കോഡ് എന്ന് പറയുന്നത് എന്താണ്? നമ്മള് ഡീകോഡർ ആണ്. സോ എൻകോഡറിന്റെ വേവ് ഫോം നമ്മൾ റാൻഡം ചെയ്ത് കിട്ടിയത് അതിനകത്ത് എടുത്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, സോ നെക്സ്റ്റ് എന്ന് പറയുന്നത് ഡീകോഡർ ആണ്. ഓക്കെ, ഇതാണ് ഡീകോഡറിന്റെ ഫിഗർ. ഇപ്പൊ ഡീകോഡറിന്റെ ട്രൂ ടേബിൾ ഇതാണ്. ABC എന്ന് പറയുന്നത് ഇൻപുട്ട്, Z0, Z1, Z2, Z3 എന്ന് പറയുന്നത് എന്താണ്? അതിന്റെ കറസ്പോണ്ടിങ് ഔട്ട്പുട്ട് ആണ്. ഇനി നമുക്ക് ഈ പറയുന്ന ഡീകോഡർ കോഡ് എങ്ങനെ ചെയ്യാം എന്നുള്ളത് നോക്കാം. അപ്പൊ ഇതാണ് നമ്മുടെ ഡീകോഡറിന്റെ ലോജിക് ഡയഗ്രാം. അപ്പൊ ഒരു ലോജിക് ഡയഗ്രാം നിങ്ങളുടെ കയ്യിലുണ്ട്. അതിന്റെ ഔട്ട്പുട്ട് ഇക്വേഷൻ എന്താണ് എന്ന് നിങ്ങൾക്ക് അറിയാൻ പറ്റുമെങ്കിൽ യു ക്യാൻ ഡയറക്ട്ലി ഡു ദ കോഡിംഗ് സെഷൻ. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? ആദ്യം ഇതിന്റെ ഇൻപുട്ട് ഏതൊക്കെയാണ്? എ ഒരു ഇൻപുട്ട്, ബി ഒരു ഇൻപുട്ട്, ഇ എന്ന് പറയുന്നത് എന്താണ്? എനേബിൾ. ഞാൻ പറഞ്ഞിരുന്നു ഇതുപോലുള്ള സർക്യൂട്ട്സിനകത്ത് എന്ത് കയറി വരുന്നുണ്ട്? എനേബിളും കയറി വരുന്നുണ്ട്. എന്നിട്ട് ഇസഡിന്റെ സെഷൻ എന്താണ്? ഔട്ട്പുട്ട്. അപ്പൊ ഡിഫൈൻ ചെയ്യുക ഇൻപുട്ട് എ ബി ഇ എൻ. ഓക്കെ, ഔട്ട്പുട്ട് എന്ന് പറയുന്നത് എന്താണ്? ഇസഡിനെയാണ്. അപ്പൊ നമുക്ക് വേണമെങ്കിൽ Z1, Z2, Z3, Z4 എന്നൊക്കെ ഇൻഡിവിജ്വലി കൊടുക്കാം. ഇല്ലെങ്കിൽ എന്ത് ചെയ്യാം? അതിനെ ഒരു ബസ് ആയിട്ട് അറേഞ്ച് ചെയ്യാം. 0 to 3 അല്ലെങ്കിൽ 3 to 0 എന്നും പറഞ്ഞ് കൊടുക്കാം. ഓക്കെ, അപ്പൊ ഇവിടെ ഇടയ്ക്ക് ഒരു ഇൻവെർട്ടർ കയറി വരുന്നുണ്ടല്ലോ. അപ്പൊ ഈ രണ്ട് നോബ്സിൽ ഇത് നമുക്ക് എയും ഇതിന്റെ ഇടയിലുള്ളത് ബിയും ആയിട്ട് നമുക്ക് അസ്യൂം ചെയ്യുവാണെങ്കിൽ, സോറി, ഇത് എ ബാറും ഇത് ബി ബാറും ആയിട്ട് അസ്യൂം ചെയ്യുവാണെങ്കിൽ എന്ത് ഡിഫൈൻ ചെയ്യണം? ആ എ ബാറും ബി ബാറും വയർ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഡിഫൈൻ ചെയ്യണം. ഓക്കെ, അപ്പൊ എ ബാർ എന്ന് പറയുന്ന നോട്ട് എയും ബി ബാർ എന്ന് പറയുന്ന നോട്ട് ബിയും നമ്മൾ ആദ്യം അസൈൻ ചെയ്യണം. വൺസ് അസൈൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് Z0യുടെ വാല്യൂ കൂടി അസൈൻ ചെയ്യണ്ടേ? എന്താണ് Z0 എന്ന് പറയുന്നത്? എ ബാർ ആൻഡ് ഗേറ്റ് അല്ലെ? എ ബാർ ആൻഡ് ബി ബാർ ആൻഡ് പിന്നെ ഒന്ന് എങ്ങോട്ടാ പോകുന്നത്? എനേബിളിൽ പോകണം. ഓക്കെ, സിമിലർലി Z(1) എന്താണ്? Z(1) എന്ന് പറയുന്നത് എ ബാർ ആൻഡ് ബി ആൻഡ് എനേബിൾ ആണല്ലോ. അങ്ങനെ Z(2) പിന്നെന്താണ്? നമുക്ക് Z(3). ഇത് 0 അല്ല, പകരം Z(3). ഓക്കെ, Z(3)ൽ എന്താ വരുന്നത്? എ ബി ആൻഡ് എനേബിൾ. മനസ്സിലായോ? അപ്പൊ നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഇത് പ്രോഗ്രാം ചെയ്യാമല്ലോ. നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഞാൻ ഒന്ന് ചെയ്ത് കാണിക്കണോ? ജസ്റ്റ് ഒന്ന് ചെയ്ത് കാണിക്കാം. ഓക്കെ, അപ്പൊ ISC എടുക്കുക. ISCയിൽ നമ്മൾ ആസ് യൂഷ്വൽ ഇവിടെ പോവുക, റൈറ്റ് ക്ലിക്ക് ചെയ്യുക, ആഡ് ന്യൂ സോഴ്സ് കൊടുക്കുക, വെരിലോഗ് മോഡ്യൂൾ എടുക്കുക. അതിനകത്ത് നമ്മളിപ്പോ ഏതാണ്? ഡീകോഡർ. ഓക്കെ, ഡീകോഡർ എങ്ങനെ വേണേലും നെയിം ചെയ്യാം കേട്ടോ, ഒരു കുഴപ്പമില്ല. നമുക്ക് ഏതൊക്കെയാണ് ഇൻപുട്ട് ഓർമ്മയുണ്ട? ഇൻപുട്ട് വന്നിട്ട് നമ്മുടെ ഇൻപുട്ട് എയും ബിയും ഇയും ആണ്. ഓക്കെ, എ ബി ആൻഡ് എനേബിൾ, ഇത്രയും നമ്മുടെ ഇൻപുട്ട് ആണ്. EN ആണ് എനേബിൾ എന്ന് പറയുന്നത്. ഔട്ട്പുട്ട് ഏതാണ്? ഇസഡ് ആണ്. ഓക്കെ, ഇസഡ് ഔട്ട്പുട്ട് ആണ്. അതിനെ നമ്മൾ ബസ് ആയിട്ടാണ് എടുത്തിരിക്കുന്നത്. അപ്പൊ ബസ് എന്ന് പറയുമ്പോൾ 3 അല്ലേ? 3. എന്നിട്ട് നെക്സ്റ്റ് കൊടുക്കുക, ഫിനിഷ് കൊടുക്കുക. അപ്പൊ നമ്മുടെ മൊഡ്യൂൾ ഓപ്പൺ ആയി വന്നിട്ടുണ്ടാവുമല്ലോ. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഈ വാല്യൂസ് എല്ലാം നമ്മൾ അങ്ങ് അസൈൻ ചെയ്താൽ പോരെ? എന്റെ കയ്യിൽ ഡോക്ക് ഉള്ളതുകൊണ്ടാണ് ഞാൻ അത് കോപ്പി പേസ്റ്റ് ചെയ്ത് നിങ്ങളത് ടൈപ്പ് ചെയ്യണം കേട്ടോ. ചുമ്മാ കോപ്പി പേസ്റ്റ് ചെയ്ത് പോയാൽ അറിയില്ല, നിങ്ങൾ ടൈപ്പ് ചെയ്ത് പോവാ. അപ്പൊ ടൈപ്പ് ചെയ്ത് ഇനി സേവ് ചെയ്യുക. ഇനി ഇംപ്ലിമെന്റേഷൻ ചൂസ് ചെയ്യട്ടെ. ഡീകോഡർ സേവ് ചെയ്തു. സിന്റാക്സ് ചെക്ക് ചെയ്യാം.
സോ സിൻടാക്സ് കുഴപ്പമില്ലാന്ന് തോന്നുന്നു, എറർ ഒന്നുമില്ല കാണിച്ചു. അപ്പൊ ഇനി ബിഹേവിയറൽ സിമുലേഷനിൽ പോവാം. ഡീകോഡർ ചൂസ് ചെയ്യുക, സിമുലേറ്റ് ചെയ്യുക ബിഹേവിയറൽ മോഡൽ. ഓക്കെ, സോ സിമുലേറ്റ് ചെയ്യുന്ന സമയത്ത് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ആയി വരട്ടെ. ഇത് ഓപ്പൺ ആ നേരത്തെ കൂട്ട് തന്നെ ഓപ്പൺ ആയി വരാൻ ഇച്ചിരി സമയം എടുക്കും. ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാം. ഇപ്പോ ഓണായി വരുന്നുണ്ട്. ഇനി ആ ഇൻപുട്ട് വേരിയബിൾസും കൂടെ കയറി വരുന്നോന്നുള്ള ഒന്ന് ചെക്ക് ചെയ്യാം. അപ്പൊ വരും, ഇതാ ഇവിടെ വന്നിട്ടുണ്ട്. അപ്പൊ ആ ഇൻപുട്ട് ഇവിടെ കയറി വരും. ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാം. ഓക്കെ, വന്നു. ഇനി നമുക്ക് എന്ത് ചെയ്യണം? എനേബിൾ എന്തായാലും നിക്ക് എ ഞാൻ എന്ത് ചെയ്തു? 1 കൊടുത്തു. ഓക്കെ, എയില് 1 കൊടുത്തു എന്ന് വെച്ചോ. അടുത്ത് ബിയില് എന്ത് കൊടുത്തു? 1 കൊടുത്തു. ഓക്കെ, എനേബിൾ ഞാൻ ഒന്നും കൊടുത്തില്ല എന്ന് വെച്ചോ. ഓക്കെ, അങ്ങനെ തന്നെ നിൽക്കാണ്. എന്ത് വരും നോക്കാം. ഞാൻ ഒന്ന് റൺ ചെയ്തു. അപ്പോ ജസ്റ്റ് 1 സെക്കൻഡ്. ഓക്കെ, എയില് 1 കൊടുത്തു, ബിയില് 1 കൊടുത്തു. എനേബിൾ ഞാൻ ഡിഫൈൻ ചെയ്തില്ല. അപ്പൊ ഇസഡിന്റെ വാല്യൂ ഒന്ന് നോക്കിയേ. ഇസഡിന്റെ വാല്യൂ എന്ന് പറയുന്നത് ഇസഡ് ഓഫ് 3 ഒന്നും കാണിക്കുന്നില്ല. ഇസഡ് ഓഫ് 2 0, ഇസഡ് ഓഫ് 1 0 ആൻഡ് ഇസഡ് 0 എന്താണ്? 0. ഓക്കെ, ഇനി ഞാൻ ഇക്വേഷനിലേക്ക് ഒന്ന് പോവാം. ഞാൻ എയും ബിയും 1 ആണ് കൊടുത്തത് അല്ലേ? ആ വേവ് ഫോം ഒന്ന് നോക്കിയേ. എയും ബിയും ഞാൻ എന്താ കൊടുത്തത്? 1 ആ കൊടുത്തത്. അപ്പൊ എയും ബിയും 1 ആയെങ്കിൽ എ ബാറും ബി ബാറും എന്താണ്? 0 ആണ്. അപ്പൊ എ ബാറും ബി ബാറും 0 ആയി കഴിഞ്ഞാൽ ഇസഡ് ഓഫ് 0 ഒന്നും വരത്തില്ല, 0 ആണ്. ഇസഡ് ഓഫ് 1 0 ആണ്. ഇസഡ് ഓഫ് 2 എന്താണ്? 0 ആണ് അല്ലേ? കാരണം ആൻഡ് ഓപ്പറേഷൻ അല്ലേ, ഏതെങ്കിലും ഒരു ഇൻപുട്ട് 0 ആയി ഔട്ട്പുട്ട് 0 ആയി. ഇസഡ് ഓഫ് 3 എന്താണ്? എയും ബിയും 1 ആയിരുന്നു അല്ലേ? പക്ഷെ എനേബിൾ ഡിഫൈൻഡ് അല്ലാത്തതുകൊണ്ട് ഇസഡ് ഓഫ് 3 ഒന്നും കാണിച്ചില്ല. മനസ്സിലായോ? ഇവിടെ എയും ബിയും 1 ആണ്, പക്ഷെ എനേബിൾ നമ്മളെ വാല്യൂ കൊടുത്തു? ഇല്ല, കൊടുക്കാത്തത് കാരണം ഇസഡ് ഓഫ് 3 ഇവിടെ നോക്കി. ഇസഡ് ഓഫ് 3 ഇതെന്താണ്? ഔട്ട്പുട്ട് ഒന്നും കാണിക്കുന്നില്ല. ഓക്കെ, അല്ലെങ്കിൽ അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം? ഇനി ഞാൻ വാല്യൂ ഒന്ന് ഡിഫൈൻ ചെയ്യാണ്. ലെറ്റ് എനേബിൾ ഈക്വൽ ടു സെയിം വാല്യൂ തന്നെ. എനേബിൾ എന്ത് ചെയ്തു? ഞാൻ ഒന്ന് 1 ആക്കി കൊടുക്കാന്ന് വെച്ചു. ഓക്കെ, എനേബിൾ 1 ആക്കിയിട്ട് ജസ്റ്റ് നോക്കുക. ഓക്കെ, ചേഞ്ച് വന്നു. അപ്പൊ എനേബിൾ ഹൈയാക്കി കൊടുത്ത സമയത്ത് എന്ത് സംഭവിച്ചു? നേരത്തെ ഉണ്ടായിരുന്ന ആ കേസിനകത്ത് ബാക്കിയൊക്കെ 0 തന്നെയാണ്. ഇസഡ് ഓഫ് 3 എന്തായി? ഹൈ ആയി. ഇതേപോലെ നമുക്ക് എന്ത് ചെയ്യാം? ഓരോ വാല്യൂസും വേരി ചെയ്തിട്ട് നമുക്ക് എല്ലാ വേവ് ഫോംസും നമുക്ക് എന്ത് ചെയ്യാം? ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, നമ്മൾ ഒറ്റ കാര്യമുള്ളൂ, നമ്മൾ മാനുവലി ഇത് ഓരോന്നും ചെയ്യണം. ഇനി നമുക്ക് മാനുവലി ചെയ്യേണ്ട എന്നുണ്ടെങ്കിൽ നമുക്ക് വേറൊരു കോഡ് കൂടെ നമ്മൾ എഴുതണം. ടെസ്റ്റ് ബെഞ്ച് എന്ന് പറയുന്ന ഒരു കോഡ് എഴുതണം. ടെസ്റ്റ് ബെഞ്ച് എഴുതി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് ഓട്ടോമാറ്റിക് ആയിട്ട് ഈ എല്ലാ നമ്മുടെ ഈ ട്രൂത്ത് ടേബിളിനകത്ത് കിടക്കുന്ന എല്ലാ സ്റ്റേറ്റ്സും അത് കോമ്പിനേഷൻസും എക്സിക്യൂട്ട് ചെയ്ത് കാണിക്കും. ഓക്കെ, അപ്പൊ നമ്മൾ ഒരു കോഡും കൂടെ പഠിക്കണം. ഇപ്പൊ ഞാൻ നിങ്ങൾക്ക് ഏറ്റവും സിംപ്ലസ്റ്റ് ആയിട്ടുള്ള രീതിയിലാണ് പറഞ്ഞു തരുന്നത്. ഇതിപ്പോ നമുക്ക് ഈ ഒരു സിമ്പിൾ കോഡ് മാത്രം പഠിച്ചു പോയാൽ മതി, എല്ലാം ഒരേ പാറ്റേൺ ആണ്. ഓക്കെ, ഇനി ഇതേപോലെ നമുക്ക് മൾട്ടിപ്ലെക്സർ എടുക്കാം. സോ ഇതാണ് ഡീകോഡറിന്റെ സെഷൻ എന്ന് പറയുന്നത്. ഇതേപോലെ നമുക്ക് മൾട്ടിപ്ലെക്സറിന്റെ കോഡ് എടുക്കാം. അപ്പൊ എന്ത് ചെയ്യും? നമ്മൾ ഇതേപോലെ മോഡ്യൂൾ ഡിഫൈൻ ചെയ്യാം. മൾട്ടിപ്ലെക്സറിന്റെ ഡയഗ്രത്തിനകത്ത് D0, D1, D2, D3 4:1 മാർക്സ് ആണ് എടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഏതൊക്കെയാണ് ഇൻപുട്ട്? 2 ഇൻപുട്ട് ഉണ്ട്. ഒന്നെന്ന് പറയുന്നത് ഡേറ്റ ഇൻപുട്ട്, അതിനെ ഞാൻ I എന്ന് പറഞ്ഞ് ഡിനോട്ട് ചെയ്തു. നിങ്ങൾക്ക് വേണമെങ്കിൽ D എന്ന് പറഞ്ഞ് ഡിനോട്ട് ചെയ്യാം. 3:0. അപ്പൊ I of 0, I of 1, I of 2, I of 3. ഓക്കെ, ഇനി സെലക്ട് ലൈൻസിനാണ് S എന്ന് പറഞ്ഞ് കൊടുത്തിരിക്കുന്നത്. എന്നിട്ട് എന്ത് ചെയ്തു? ഈ ഇതിന്റെ അക്രോസ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഇവിടെ ഇതിന്റെ അക്രോസ് ആയിട്ടുള്ള ലൈൻസിനെ എല്ലാം 1, 2 ഇൻവെർട്ടറിന്റെ അക്രോസ് ആയിട്ട് ഇത് കണക്ഷൻസ് വരുന്നു. 1, 2, 3, 4, 5, 6 ഇതിനെയെല്ലാം ഞാൻ എന്ത് ചെയ്തു? വേറൊരു വേരിയബിൾ S2, S3, S4, S5, S6 എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ഡിഫൈൻ ചെയ്തു. ഓക്കെ, എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്? ഓരോന്നും അസൈൻ ചെയ്യാണ്. അപ്പൊ മൾട്ടിപ്ലെക്സിന്റെ കോഡ് ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ആ കോഡ് നോക്കിയിട്ട് മനസ്സിലായില്ലെങ്കിൽ എന്നോട് ചോദിക്കണം. ഓക്കെ, അതേപോലെ ഡിമെക്സിന്റെ ഫിഗർ നോക്കിയിട്ട് ഞാനിപ്പോ ഇത്രയും കോഡിങ് പറഞ്ഞു തന്നു. ആ കോഡിങ് എല്ലാം വെച്ച് കമ്പയർ ചെയ്തിട്ട് ഈ മൾട്ടിപ്ലെക്സറും ഡിമൾട്ടിപ്ലെക്സറിന്റെ കോഡിങ്ങിനകത്ത് ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക.
ഞാനത് എക്സിക്യൂട്ട് ചെയ്തിട്ടില്ല. നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ട് എന്നുണ്ടെങ്കിൽ എൻ്റെ അടുത്ത് പറഞ്ഞാൽ മതി, അത് നമുക്ക് നോക്കാം. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ കോഡിങ്ങും കാര്യങ്ങളും ചെയ്യുന്നത്. ക്ലിയർ ആയോ?